ജമ്മു ലക്ഷ്യമിട്ടുള്ള ആക്രമണം തുടരുകയാണ്. ജമ്മുവിൽ വീണ്ടും പാക് പ്രകോപനം. ഇന്ത്യൻ വിമാനങ്ങൾ തിരിച്ചടിച്ചു. 3 വിമാനങ്ങൾ വെടിവെച്ചിട്ടതായി വിവരം. വിശദാംശങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം തന്നെയാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ വൈദ്യുതി ബന്ധവും ഇന്റർനെറ്റ് സേവനം അടക്കം തന്നെ വിച്ഛേദിച്ചിരിക്കുന്നു. ജമ്മുവിൽ പാക് ആക്രമണം, വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, തീർച്ചയായും ശക്തമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഇന്ത്യൻ വിമാനങ്ങൾ, ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ കാശ്മീരിൽ പറന്നുയർന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. ശക്തമായ തിരിച്ചടി പാകിസ്ഥാൻ നൽകുന്നു. മിസൈലുകളും ഡ്രോണുകളും എല്ലാം തന്നെ സേന തകർത്തിരിക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ കാശ്മീരിന് പുറമെ പഞ്ചാബിലും വലിയ രീതിയിലുള്ള ആക്രമണ ശ്രമം ഉണ്ടായി എന്നതാണ് ലഭിക്കുന്ന പുതിയ വിവരം. വലിയ രീതിയിലുള്ള ഒരു ഷെല്ലാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ പാക് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന രീതിയിലുള്ള വിശദാംശങ്ങളും അല്ലെങ്കിൽ വിവരങ്ങളും ഇപ്പോൾ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ശക്തമായ രീതിയിൽ ഇന്ത്യ തിരിച്ചടിക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. ശക്തമായ ഒരു പ്രത്യാക്രമണം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നു. അതിർത്തിയിൽ വലിയ രീതിയിൽ തന്നെ വലിയൊരു രീതിയിൽ ആകാശത്ത് വലിയ രീതിയിൽ തന്നെ ഒരു പ്രതിരോധം തീർക്കുകയാണ് ഇന്ത്യ എന്നതാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം, ധരംശാലയിൽ IPL മത്സരം ഉപേക്ഷിച്ചു എന്നതാണ് അറിയാൻ കഴിയുന്ന കാര്യം. ധരംശാലയിൽ തുടർന്ന് വന്ന IPL മത്സരം ഉപേക്ഷിച്ചു. കാണികളോട് മടങ്ങാനുള്ള നിർദ്ദേശം കൊടുത്തു എന്നതാണ് ഒരു മുന്നൊരുക്കത്തിന്റെ ഭാഗമായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന. ആ രീതിയിൽ അറിയിപ്പ് കൊടുത്തിരിക്കുന്നു. ധരംശാലയിൽ നടന്നുകൊണ്ടിരുന്ന IPL മത്സരം ഉപേക്ഷിച്ചു എന്നതാണ് അറിയാൻ കഴിയുന്നത്. കാണികളോട് മടങ്ങാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. കൂടാതെ ബ്ലാക്ക് ഔട്ട്, വൈദ്യുതി ഓഫ് ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം നൽകുന്നു. ലൈറ്റ് അണയ്ക്കാനുള്ള നിർദ്ദേശം നൽകുന്നു. ആ രീതിയിൽ വലിയൊരു നിർദ്ദേശം, ഒരു ജാഗ്രതയെല്ലാം തന്നെ ജമ്മുവിൽ പുറപ്പെടുവിച്ചിരിക്കുന്നു. എന്തായാലും ജമ്മു കൂടാതെ പഞ്ചാബ് എന്നിവിടങ്ങളിലാണ് പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായത്. അതിൽ ശക്തമായ തിരിച്ചടി ഇന്ത്യൻ സൈന്യം നൽകിയെന്നതാണ് അറിയാൻ കഴിയുന്നത്. മിസൈലുകളും ഡ്രോണുകളും തകർത്തിട്ടിരിക്കുന്നു എന്നതാണ് ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ശക്തമായ പ്രത്യാക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പാകിസ്ഥാന്റെ എല്ലാ ശ്രമങ്ങളെയും തകർക്കുന്ന രീതിയാണ്, ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകുന്നത്. പാകിസ്ഥാനെ ആകാശത്ത് നിലം തൊടിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ശക്തമായ തിരിച്ചടി നൽകുന്നു. കൂടാതെ പാക് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു വന്ന റിപ്പോർട്ടുകളും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകുന്നത്. ജമ്മുവിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നു എന്ന വിവരവും പുറത്തു വരുന്നു. പാകിസ്ഥാനെതിരെ ശക്തമായ രീതിയിൽ ഇന്ത്യ തിരിച്ചടിക്കുന്നു. ശക്തമായ പ്രഹരം, കനത്ത പ്രഹരം പാകിസ്ഥാന് ഏൽപ്പിക്കുന്നു. ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ നൽകുന്നതെന്നതാണ് അറിയാൻ കഴിയുന്ന കാര്യം. എന്തായാലും വലിയ ജാഗ്രതാ നിർദ്ദേശം എല്ലാ മേഖലയിലും നൽകിയിട്ടുണ്ട്. കൂടാതെ മുന്നൊരുക്കങ്ങളെല്ലാം ഉണ്ട്. കൂടാതെ ആളുകളോട് വൈദ്യുതി ഓഫാക്കാൻ പറയുന്നു, ലൈറ്റ് അണയ്ക്കാനുള്ള നിർദ്ദേശം നൽകുന്നു. ആ രീതിയിൽ എല്ലാ രീതിയിലും വലിയൊരു ജാഗ്രതാ നിർദ്ദേശമുണ്ട്. എന്തായാലും ശക്തമായി തിരിച്ചടി നൽകുന്നു. പാകിസ്ഥാന് മിസൈലുകളും ഡ്രോണുകളും ഇന്ത്യൻ സൈന്യം തകർക്കുന്നു. വൃന്ദ, അതോടൊപ്പം തന്നെ മേഖലയിൽ കനത്ത സുരക്ഷയാണ്. ജനങ്ങൾക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഈ വൈദ്യുതി വിച്ഛേദിക്കുന്നതും ഇന്റർനെറ്റ് സേവനങ്ങൾ അടക്കം തന്നെ വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളും എല്ലാം തന്നെ കനത്ത സാഹചര്യത്തിൽ തന്നെയാണ് ഉള്ളത്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഈ ചൈനീസ് ആയുധങ്ങൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ത്യക്കെതിരെ ഉണ്ടാകുന്നത്. തീർച്ചയായും ചൈനീസ് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണ ശ്രമമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന രീതിയിലുള്ള വിവരങ്ങളെല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ശക്തമായ തിരിച്ചടി, പാക് ഡ്രോണുകൾ നേരത്തെ ഒരു ഘട്ടത്തിൽ വന്നത് 50 ഡ്രോണുകൾ ഇന്ത്യ വെടിവെച്ചിട്ടു എന്നതാണ് നേരത്തെ പുറത്തു വന്നത്. എന്തായാലും പാകിസ്ഥാന്റെ എല്ലാ ശ്രമങ്ങളും വിപുലമാക്കുന്നു. ശക്തമായ രീതിയിൽ ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുന്നു എന്നതാണ് ഇപ്പോഴും നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. കാശ്മീരിൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ശക്തമായ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ തിരിച്ചടി നൽകുന്നു ഇന്ത്യ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയ മുന്നൊരുക്കങ്ങൾ, വലിയ ജാഗ്രത എല്ലാം തന്നെ ഉണ്ട്. എന്തായാലും അതിർത്തിയിലാകെ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ സൈന്യം വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാന്റെ എല്ലാ ശ്രമങ്ങളെയും വിപുലമാക്കുന്ന ഒരു സാഹചര്യം. കൂടാതെ പഞ്ചാബിലടക്കം പാക് പ്രകോപനം ഉണ്ടാകുന്ന മേഖലയിലെല്ലാം തന്നെ ശക്തമായ തിരിച്ചടി നൽകി വരുന്നു. കൂടാതെ പാകിസ്ഥാന്റെ മിസൈലുകൾ, അതോടൊപ്പം തന്നെ ഡ്രോണുകൾ അടക്കം തകർക്കുന്ന ഒരു കാര്യമുണ്ട്. ആ രീതിയിൽ വലിയൊരു തിരിച്ചടിയാണ് ഇന്ത്യ നൽകുന്നത്. കനത്ത പ്രഹരം ഏൽപ്പിക്കുന്നു. അതിർത്തി രേഖകളിലെല്ലാം തന്നെ
ശക്തമായി തിരിച്ചടി ഉണ്ടാവുന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അതിർത്തി മേഖലകളിൽ പാകിസ്ഥാൻ വലിയൊരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ ശക്തമായ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് ഇന്ത്യ നൽകുന്നത്. എന്തായാലും ധരംശാലയിൽ IPL മത്സരം ഉപേക്ഷിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കൂടാതെ കാണികളോട് മടങ്ങാനുള്ള നിർദ്ദേശം നൽകി എന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പാക് ഡ്രോണുകൾ ഇന്ത്യ വെടിവെച്ചിട്ടു. കൂടാതെ പാക് ഷെല്ലിങ്ങിന് കനത്ത തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ ജമ്മുവിൽ ബ്ലാക്ക് ഔട്ട്, വൈദ്യുതി പൂർണ്ണമായി ഓഫാക്കാനുള്ള നിർദ്ദേശം വെളിച്ചം ലൈറ്റ് ഓഫ് ചെയ്യാനുള്ള നിർദ്ദേശം ഈ രീതിയിലൊരു അലർട്ട് അടക്കം നൽകിക്കൊണ്ടാണ് ഈ ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകുന്നത്. കൂടാതെ 50 ഡ്രോണുകൾ വെടിവെച്ചിട്ടിരിക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ത്യയുടെ ആകാശ സംഹാരം എന്ന രീതിയിൽ തന്നെ ഇതിനെ വിലയിരുത്തേണ്ടി വരും. ശക്തമായ തിരിച്ചടി നൽകുന്നു എന്നതാണ് ഈ ഒരു നിമിഷം അറിയാൻ കഴിയുന്നത്. ജമ്മുവിൽ പാകിസ്ഥാന് ഇന്ത്യയുടെ കനത്ത തിരിച്ചടി, ശക്തമായ തിരിച്ചടി എന്നതാണ് ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്. ശക്തമായി ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുന്നു. ആ രീതിയിൽ ഡ്രോണുകൾ മിസൈലുകൾ അടക്കം തകർക്കുന്ന ഒരു കാര്യമാണ്. പാകിസ്ഥാനെ നിലം തൊടിയിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും കനത്ത പ്രഹരം ഏൽപ്പിക്കുന്നു ഇന്ത്യ പാകിസ്ഥാന് മേൽ. എന്തായാലും വലിയ രീതിയിൽ വലിയൊരു മുന്നൊരുക്കങ്ങളെല്ലാം തന്നെയുണ്ട്. വലിയ ജാഗ്രതാ നിർദ്ദേശമടക്കം അതിർത്തിയിലുണ്ട്. സൈന്യം പൂർണ്ണ സജ്ജമാണ്. നേരത്തെ ഈ പാകിസ്ഥാൻ നേരത്തെ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രാലയം ഒരു ബ്രീഫിംഗ് അടക്കം വാർത്താ സമ്മേളനം അടക്കം നടത്തുന്നു. കൃത്യമായ രീതിയിൽ ആ പ്രകോപനങ്ങളെ നേരിട്ട സാഹചര്യമെല്ലാം തന്നെ വിശദീകരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു ആക്രമണ ശ്രമം എന്നതും ഈ പ്രകോപനം എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിയന്ത്രണ രേഖയിൽ ശക്തമായ വെടിവെപ്പുണ്ടായി എന്നതും അറിയാൻ കഴിയുന്നു. കൂടാതെ പഞ്ചാബിലും ഈ രീതിയിൽ ഒരു പ്രകോപനം ഉണ്ടാകുന്നു. ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതെങ്കിൽ ശക്തമായ രീതിയിൽ തന്നെ ആ ലക്ഷ്യം എല്ലാം തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു കാഴ്ച. ആ രീതിയിൽ പാകിസ്ഥാന്റെ ശ്രമങ്ങളെല്ലാം തന്നെ വിഫലമാക്കുന്ന രീതിയിൽ ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യം നൽകുന്നത്. ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കുകയാണ് കാശ്മീരിൽ. വൃന്ദ, ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യ നിയന്ത്രണ രേഖയിൽ ശക്തമായ വെടിവെപ്പ് തുടരുകയാണ്. പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നു. ഇന്ത്യ ഇതിൽ പ്രത്യാക്രമണത്തിൽ സജ്ജമാണ്. വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു KC ഉണ്ണികൃഷ്ണൻ.